ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും അതേപോലെ തന്നെ വണ്ടിക്ക് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വീൽ ബെയറിങ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3 കംപ്ലയിൻറ്റുകളാണ് ജോബ് കാർഡിൽ പറഞ്ഞത്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റി ചെയിൻ സ്പോക്കറ്റ് നമ്മൾ അഴിച്ച് സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് മാറ്റുന്നത്. നമ്മൾ കിടക്കുന്നത് കമ്പനി ചെയിൻ കിറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ കമ്പനി ചെയിൻ കിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് കിടക്കുന്നത് വേറെ കുറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വീൽ ബെയറിങ്ങിന് പ്രോബ്ലം ആയിട്ട് തോന്നില്ല. നമുക്ക് ഈ സ്പോക്കറ്റ് ബെയറിങ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറുന്നത് കൂട്ടത്തിൽ കൂടെ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബറുകളും പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സസ്പെൻഷൻ്റെ ഈ സെൻറ്ററിൽ വന്ന ബെയറിങ്ങിന് ഒരല്പം പ്ലേ കാണിക്കുന്നുണ്ട്. ഒരു മൈന്യൂട്ടായിട്ടുള്ളൂ. അതാണ് നമുക്ക് ആ ബാക്ക് വീലുമ്പോൾ പിടിച്ച് ഷെയ്ക്ക് ചെയ്യിക്കുമ്പോൾ ചെറിയൊരു പ്ലേ പോലെ തോന്നുന്നത് അതിൻ്റെയാണ്. എന്നാൽ കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് അഴിച്ച് നമുക്ക് ശരിക്കും സാധാരണ അത് അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൽ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിടണം. പക്ഷേ അതിന് മാത്രമുള്ള കംപ്ലയിൻറ്റ് ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നണില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറാം, സ്പോക്കറ്റ് ബെയറിങ് മാറ്റാം, വീൽ ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യാം. ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് പറഞ്ഞത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാണ്. അപ്പോൾ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിതിനകത്ത് 2 രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കും. അത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഒരേ രീതിയിലായിരിക്കും. ഒന്ന് കാർബറേറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടും വരും. പിന്നെ ഇലക്ട്രോണിക് യൂണിറ്റായ CD എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ സീറ്റിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഇരിക്കുന്നതാണ് അതിൻ്റെ ഐറ്റം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുമ്പോഴും രണ്ടും കംപ്ലയിൻറ്റ് ഏകദേശം സെയിം ആയിട്ടേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ സ്പാർക്ക് പ്ലഗിനകത്തേക്ക് പോണ കറണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വലിയ വേരിയേഷൻസ് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫംഗസ് പിടിച്ചേക്കണ പോലെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സൈഡൊക്കെ പൊടി പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് അലുമിനിയം ബോഡിയാണ്. അപ്പോൾ അലുമിനിയം ബോഡിയുടെ ഈ വാക്യൂം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെയാണ്. അത് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാട പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. വാക്യൂം പിസ്റ്റനായാലും ഒരല്പം തേമാനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു പിടുത്തവും അതിൻ്റെ ഇതിനകത്ത് കാണിക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ ഈ സ്ലോജറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം ഞാൻ അഴിക്കണ സമയത്ത് ഇത് ബ്ലോക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ എയർ അടിച്ച് ക്ലീൻ ആയെങ്കിലും പിന്നീട് നമുക്ക് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല. ഏകദേശം ഒരു 60-70 അടുത്ത് നമുക്ക് റേറ്റ് വരുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നോക്കാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. പിന്നെ പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് പ്ലഗിൻ്റെ ഈ വന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ പ്ലഗ് പോയിൻ്റ് ഒരു അല്പം കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. മിസ്സിങ് ഉള്ള സ്ഥിതിക്ക് പ്ലഗ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ബാഗിലേക്ക് വെച്ചേക്കാം. എന്നിട്ട് പ്ലഗ് പുതിയൊരു പ്ലഗ് ഇട്ടിട്ട് നമുക്ക് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് കാർബറേറ്റർ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം കാർബറേറ്ററിനും തേമാനം ഉണ്ട്, നല്ല രീതിയിൽ വാക്യൂം പിസ്റ്റണും തേമാനം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. കാരണം കാർബറേറ്റർ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 5,000-5,500 ആണത്. നമുക്ക് അതിന് മാത്രം എമൗണ്ട് തന്നെ കോസ്റ്റ് തന്നെ ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഫംഗൽ പ്രോബ്ലമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതങ്ങോട്ട് പൊളിഞ്ഞു പോകും. അതാണ് അതിൻ്റെ സംഭവം. അതിനകത്ത് വന്ന മിസ്റ്റേക്ക് കേട്ടോ. ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. സാധാരണ ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ട് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വരാറുണ്ട്. കാരണം ഞാൻ ഓവർഫ്ലോൻ്റെ നീഡിൽ ഭാഗം, കാരണം ഇതും അലുമിനിയം ബോഡിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നീഡിൽ വന്ന ഭാഗം. അവിടെയും ഈ പറഞ്ഞ രീതിയുടെ ക്ലീനറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സംഭവം പൊളിഞ്ഞു പോന്നാൽ ഈ കൃത്യമായിട്ട് അത് സീലിംഗ് കറക്റ്റ് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓവർഫ്ലോ വരാറുണ്ട്. അപ്പോൾ ഓവർഫ്ലോ പ്രതീക്ഷിക്കാൻ പാടില്ല. ഓവർഫ്ലോൻ്റെ കേസും പ്രതീക്ഷിക്കാൻ നമുക്ക് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നോക്കാം. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ക്ലീൻ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് പിന്നെ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് 1,031 രൂപ നമുക്ക് കോസ്റ്റ് വന്നു കേട്ടോ. ഹോണ്ടയുടെ കമ്പനി കിറ്റാണ്. പിന്നെ അതിൻ്റെ ജെറ്റ്, എയർ പ്ലഗ്, വീൽ റബ്ബർ അതൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.